സഭയിൽ നിന്നും പ്രത്യേക അനുവാദം മേടിച്ച് ഞങ്ങൾ രണ്ടുപേര് വേറൊരു ശൈലിയിൽ അവിടെ ജീവിക്കുക. ചങ്ങനാശ്ശേരിക്കടുത്ത് പൂനംപാടി. സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ തൊട്ടയൽപക്കാണ്. ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിലില്ല. കുട്ടി കാഞ്ഞിരപ്പള്ളിനായിരുന്നു. ജൈവ കൃഷിയൊക്കെ. ജോർജ് ഒരു എക്സ് മിലിറ്ററിയാണ്. പിന്നെ കൃഷിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യും. പിന്നെ പറിച്ച് നേരിട്ട് തിന്നാനുള്ളതിൻ്റെ താല്പര്യമുള്ളതുകൊണ്ട് കൃഷിയിൽ അങ്ങനെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ആഹാരത്തിന് വേണ്ടിയിട്ടും പണി ചെയ്യും. എൻ്റെ ഒരു കാഞ്ഞിരപ്പള്ളി. ഞാൻ ജൈവ കൃഷി തന്നെ രാസവളം ഉപയോഗിക്കുന്നില്ല. രണ്ട് കൃഷികളെല്ലാം ഉണ്ട്. ഫലവൃക്ഷങ്ങൾ കൂടുതൽ കിട്ടുന്ന വെറൈറ്റീസ് എല്ലാം പലതും കളക്ട് ചെയ്ത് നട്ടുകൊണ്ടിരിക്കുന്നു, കായ്ച്ചുകൊണ്ടിരിക്കുന്നു. MM ജോസഫ് പഠിക്കാമെങ്കിൽ ഔഷധപ്പച്ചനെന്ന് വിളിക്കും. ഞാനൊരു 4 വർഷമായിട്ട് സീറോ ബഡ്ജറ്റ് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഞാൻ മണിമലയാണ് വീട്. ഞാക്കോച്ചൻ ഇങ്ങനെ ജൈവ കൃഷി നടക്കുന്നുണ്ട്. ഞാനും അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുളിമനാന്ന് വരുന്നതാണ്. എൻ്റെ പേര് MA ജോസ്. ഞാൻ ജൈവ കൃഷി പഠിക്കാൻ വന്നതാണ്. എനിക്ക് ജാതി തന്നെ കാപ്പി ഇതെല്ലാം കൃഷിയുണ്ട്. ഞാൻ കണ്ടങ്ങാനെന്ന് വന്നാണ്. കുരുവിട എന്നാണ് പേര്. ജൈവ കൃഷിയുണ്ട്. പിന്നെ എല്ലാ കൃഷികളും എനിക്കുണ്ട്. ഏലം ഗ്രാമ്പു ഒഴിച്ചു. ആൻ്റണി ചങ്ങനാശ്ശേരി. പ്രകൃതി കൃഷി, പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ തുടങ്ങിയ മേഖലയോട്ട് ബന്ധപ്പെട്ടു. ഞാൻ ഈരാറ്റുപേട്ട മനസ്സൂട്ടി. റബ്ബറും കാപ്പിയും കുറച്ച് പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. എൻ്റെ ഒരു ഹരി. വീട് തീക്കോയാണ്. ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. എല്ലാം പഠിക്കാൻ വേണ്ടി വന്നു. ജോസ് ചിങ്ങവനത്തുനിന്ന് വരുന്നു. ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നു. ഞാൻ ജോർജ് ഹൈലക്കാണ്. എക്സ് എയർപോർട്ടാണ്. കാർഷിക ഫാമിൽ നിന്നാണ് വരുന്നത്. എല്ലാം അറിയാൻ വേണ്ടി വന്നതായിരുന്നു. ശരി. ഞാൻ കൊഴുനാളിൽ നിന്ന് വരികയാണ്. അറിയാവുന്ന പേര്. കൃഷികൾ റബ്ബർ, കാപ്പി, തെങ്ങ് ഇതെല്ലാം ഉണ്ട്. അത് കൃഷിയെപ്പറ്റി പഠിക്കാനായിട്ട് വന്നു. എൻ്റെ ഒരു ബേബി ഭരണങ്ങാനം. ഞങ്ങൾ പ്രചരണമൊക്കെ ഒരുമിച്ച് വന്നതാണ്. 2 കൊല്ലമായി ഇങ്ങനെ ഈ കൃഷിയെ പഠിക്കുകയും പച്ചക്കറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജൈവ കൃഷിയുടെ മോഡലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം ചെറുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് MBM നായർ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. പ്രകൃതി ജീവനം ചെയ്യുന്ന ആളാണ്. അതിനോടനുബന്ധിച്ച് പ്രകൃതി കൃഷിയായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഞാൻ വിജയകുമാർ കൊടുങ്ങൂരിൽ നിന്നാണ് വരുന്നത്. 10-15 വർഷമായിട്ട് ഞാൻ പ്രകൃതി ജീവനം നടത്തുന്നു. പ്രകൃതി അറിയാവുന്നവരൊക്കെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് എബ്രഹാം. പള്ളത്താണ് വീട്. MRF ജോലി ചെയ്യും. ജൈവ രീതി പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നു. എൻ്റെ പേര് തോമസ് മാത്യു. വണ്ണങ്ങാനോടത്താണ്. ഞാൻ റിട്ടയർഡ് ഡയറി ഡെവലപ്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ എനിക്കാവശ്യമുള്ള പച്ചക്കറി ഞാൻ ജൈവ രീതിയിൽ ചെയ്യുന്നു. റബ്ബർ, വാഴ ഇങ്ങനെയുള്ള കൃഷികളുണ്ട്. അതിന് വാഴയ്ക്ക് ജൈവ രീതിയാണ്. റബ്ബർ പിന്നെ തേനീച്ച വളർത്തലുണ്ട്. അത് കൊമേഴ്സ് എൻ്റെ ആവശ്യത്തിനുള്ളത് ചെറുതേനുണ്ട്. ഞാൻ സോമൻ മരുതനാടി, പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത്. പ്രകൃതി ജീവനം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. 1.5 വർഷമായിട്ട് എനിക്ക് 3 ബ്ലോക്ക് ശരീരത്തിലുണ്ട്. അതനുസരിച്ച് പ്രകൃതി ജീവനത്തിലൂടെ ഇപ്പം ഈ 1.5 വർഷമായിട്ട് ഒരു മരുന്നുമില്ലാതെ കഴിയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതി ജീവനം, പ്രകൃതി കൃഷിയും അനുകൂലിച്ച് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജോർജ്. ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിച്ച് വരുന്ന ഒരാളാണ്.